മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയുമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ 96,668 ഭക്തർ 18-ാം പടി ചവിട്ടി. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ മണ്ഡലപൂജയാണ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് വിവരങ്ങൾ? മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ശബരിമലയിൽ വലിയ തിരക്ക് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളായ 26, 27 ദിവസങ്ങളിലേക്ക് സ്പോട്ട് ബുക്കിംഗ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അന്ന് വെർച്വൽ ക്യൂ വഴി 26-ാം തീയതി 30,000 പേരെയും 27-ാം തീയതി 35,000 പേരെയും മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അന്നേ ദിവസം സ്പോട്ട് ബുക്കിംഗ് 2,000 തങ്കഅങ്കി ഘോഷയാത്ര വരുന്ന ദിവസം, അതായത് നിലക്കലിൽ ഘോഷയാത്ര എത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 1:00 പമ്പയിലേക്ക് ഘോഷയാത്ര എത്തുന്നു. ഈ ഒരു സമയത്ത് ഭക്തജനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര സുഗമമായി തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് രാവിലെ 9 മണി മുതൽ നിലക്കലിൽ നിന്ന് ഭക്തർക്ക് പ്രവേശനമുണ്ടാവില്ല. പിന്നീട് ഈ തങ്കഅങ്കി ഘോഷയാത്ര പമ്പ കടന്നതിന് ശേഷം മാത്രമായിരിക്കും നിലക്കലിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുക. അതിനുശേഷം ഘോഷയാത്ര മരക്കൂട്ടത്തെത്തിയതിന് ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുക. ഇങ്ങനെ ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അന്ന് രാവിലെ 10:10-നും 11:30-നും മുഹൂർത്തത്തിലാണ് ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കും. ഏതായാലും അവസാന ദിവസങ്ങളിലേക്ക്, ഈ മണ്ഡലകാലത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും 1,00,000-നടുത്ത് ഭക്തരെത്തുന്നുണ്ട്. മിനിഞ്ഞാന്ന് 1,00,000 കടക്കുന്ന സാഹചര്യം, അതായത് ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 1,00,000 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 30,000-ലധികം അയ്യപ്പൻ ഭക്തന്മാരാണ് ഇതുവരെ ദർശനം നടത്തിയിരിക്കുന്നത്. മായ.